നമസ്കാരം. നിങ്ങൾ മേടം രാശിക്കാരനാണോ? മേടം രാശിയിൽ വരുന്ന നമുക്കറിയാം അശ്വതി, ഭരണി, കാർത്തിക, മുക്കാലാണ്. ഒരു മേടം രാശിക്കാരനാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഈ 2026 കൂടുതൽ ഉയർച്ചകളൊക്കെ ഉണ്ടാവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. പൊതുവെ നമുക്ക് മേടം രാശിക്കാർക്ക് ഏഴര ശനിയുടെ ഒരു കാലഘട്ടമാണ്. ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കടന്നു പോകുന്നു. ഇപ്പോൾ വീണ്ടും ഏഴര ശനിയിലേക്ക് അവർ മാറി. വ്യാഴമാണെങ്കിലും അവർക്ക് മോശം സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന ഗോചരം ചെയ്യുന്ന ഒരു കാലമാണ്. മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ബുധദശയും ശനിദശയും വളരെ ശുക്രദശ ഇത് അശുഭകരമായിരിക്കും. ഇതിപ്പോൾ ജനനം തന്നെ കേതുവാണ്. ശിഷ്ടം കേതു കഴിഞ്ഞ് ശുക്രദശ തുടങ്ങുന്ന 20 വർഷം ശുക്രനുണ്ടെങ്കിലും അവർക്ക് ഈ പറയുന്ന ശനിദശയും ബുധദശയും ശുക്രദശയും ഒക്കെ അശുഭകരങ്ങളായിട്ടുള്ള ഒരു ദശാകാലമാണ്. അപ്പോൾ ഈ ദശാകാലം അശുഭകരമാവുന്നതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക കാര്യത്തിലും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതിയിലും ദാമ്പത്യ കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും സന്താനങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ അവർക്ക് ഒരുപാട് ക്രൈസിസുകൾ നേരിടേണ്ടതായിട്ട് വരാം. നമ്മളെ ഒരുപാട് ജ്യോത്സ്യന്മാരെ കാണുകയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടും ഒന്നിലും നമുക്ക് ഒരു വിജയം ഉണ്ടാവുന്നില്ല. രോഗമറിഞ്ഞ് ചികിത്സിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ദശാകാലവും അന്തർദശാകാലവും നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഗോചരവശാലുള്ള ദോഷങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പ്രാർത്ഥനകളും വഴിപാടുകളും സ്വായത്തമാക്കിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ദശാകാല അസുഖങ്ങളാണ്, ഈ ദശയിൽ പെടുന്ന ആളുകളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബുധദശാകാലത്തും ശുക്രദശാകാലത്തും നമുക്ക് വരുന്ന ശനി അപഹാരങ്ങൾ ഓരോ ദശാകാലത്തും ഓരോ അന്തർദശ ശനിയുടെ അന്തർദശ വരുന്നുണ്ട്. പക്ഷെ ശുക്രദശാകാലത്തും ബുധദശാകാലത്തും വരുന്ന ശനിയുടെ അപഹാരങ്ങളിൽ മഹാമൃത്യുഞ്ജയ ഹോമം അത് ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ആചാര്യനെ വിളിച്ചു വരുത്തി വീട്ടിലിരുന്നു കൊണ്ട് മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യാം. 7 ദ്രവ്യങ്ങൾ കൊണ്ട് മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ദശാകാലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മാറ്റാനായിട്ട് വളരെ അസുഖങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവിധ തടസ്സങ്ങളാണെങ്കിലും അതുപോലെ പൂജ ജപം മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുക, ഇതൊക്കെ ഉത്തമമാണ്. ജനിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഈ കേതുർദശയിൽ ജനിച്ചിട്ട് 1.5 വയസ്സ് ശിഷ്ടം കഴിഞ്ഞ് ചിലപ്പോൾ 2 വയസ്സ് 3 വയസ്സൊക്കെ കഴിഞ്ഞ് ശുക്രദശ തുടങ്ങും. ഈ ശുക്രദശാകാലത്ത് കുട്ടികൾക്ക് ബാലാരിഷ്ടതകൾ വളരെയേറെ ആയിരിക്കും. അപ്പം മാതാപിതാക്കൾക്ക് ഈ ബാലാരിഷ്ടത വരുമ്പോൾ അത് വളരെയേറെ ഉറക്കം കെടുത്തുന്ന ഒരവസ്ഥയാണ്. എന്നും കുട്ടികൾക്ക് അസുഖങ്ങളാണ്, ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ശുക്രദശാകാലത്ത് കുട്ടികൾക്ക് ബാലാരിഷ്ടത ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ഈ പറയുന്ന ഹോമങ്ങളോ വഴിപാടുകളോ പൂജകളോ ബാലയന്ത്രം എഴുതി കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനാണെങ്കിലും നമ്മൾ മഹാലക്ഷ്മി ഭജനം നടത്തുക. അതീവ ഫലപ്രദമാണ് മഹാലക്ഷ്മി ഭജനം. അത് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ പൗർണമിക്കും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും സന്ധ്യസമയത്തും മഹാലക്ഷ്മി ഭജനം വീട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. തൊഴിൽ കിട്ടാനായിട്ട് നമുക്ക് താമസം നേരിടുന്നുണ്ട് എന്ന് വിചാരിക്കാം മേടം രാശിക്കാർക്ക്. അങ്ങനെ നേരിടുന്നുണ്ടെങ്കിൽ ശനീശ്വര പൂജ ചെയ്യാം, അതുപോലെ തന്നെ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാം, ശാസ്താഭജനം നടത്താം. ശാസ്താഭജനം നടത്തുമ്പോൾ മേടം രാശിക്കാർക്കായിട്ട് പറഞ്ഞിട്ടുള്ള പ്രത്യേക ശാസ്താഭജനമുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഒരു ഗുരുവിൽ നിന്ന് മേടിച്ച് പഠിച്ച് അത് ജപിക്കാം. ഒപ്പം തന്നെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് ആദിത്യ ഭജനം, ആദിത്യ പൂജ, സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് എല്ലാ ഞായറാഴ്ച ദിവസവും ആദിത്യ വ്രതം നോറ്റുകൊണ്ട് ആദിത്യ ഭജനം ചെയ്യാം, ആദിത്യ പൂജ ചെയ്യാം. ഇവയൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് മേടം രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉത്തമമായിരിക്കും. പ്രത്യേകിച്ച് 2026 ആണെങ്കിലും അതിനുശേഷവും മുൻപും പിമ്പും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിത്യ പൂജ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചയും വ്രതമെടുത്ത് നമ്മൾ മുന്നോട്ട് ആ ഒരു രീതിയിൽ തന്നെ മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞൊരു വ്രതത്തോടു കൂടി സന്താനങ്ങളെയും കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദിത്യ പൂജ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സന്താനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള ഒരു ഉയർച്ചയും അവരുടെ കാര്യത്തിൽ നല്ല ഒരു മാറ്റവും ഉണ്ടാകും. അതുകൊണ്ട് മേടം രാശിക്കാർക്ക് ഉത്തമമായിട്ടുള്ള വഴിപാടുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. സാധിക്കുമെങ്കിൽ ഇത് ചെയ്യാനായിട്ട് നോക്കാം.